നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രിയൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. പാർവതിയുടെ മനസ്സിൽ നിന്ന് ഗന്ധർവനെ പൂർണ്ണമായിട്ട് മാച്ചു കളയണം. മറ്റൊരാളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയോട് ഞാൻ എങ്ങനെ എന്റെ പ്രണയം തുറന്നു പറയും? അതുകൊണ്ടാ ഞാൻ പ്രിയനോട് റിക്വസ്റ്റ് ചെയ്യുന്ന, ഇനി മുതല് പാർവതിയുടെ മനസ്സിൽ ഗന്ധർവൻ ഉണ്ടാവരുത്. വേരോട് പിഴുതു മാറ്റണം. പ്രിയന് മാത്രം അതിന് കഴിയൂ. എനിക്ക് വേണ്ടി പ്രിയൻ ഇത് ചെയ്യണം. പറ്റില്ലെന്ന് പറയരുത് പ്ലീസ്. ഞാൻ ചെയ്യാം സർ. പാർവതിയുടെ മനസ്സിൽ നിന്ന് ഗന്ധർവനെ ഞാൻ വേരോടെ പിഴുതു മാറ്റും. താങ്ക്സ് പ്രിയൻ. താങ്ക് യു സോ മച്ച്. നീ എന്താ കഴിക്കാൻ ലേറ്റ് ആയത്? എടാ ഞാൻ നിന്നെ വിളിച്ചല്ലേ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് നീ വരുന്നത്. ചെയ്തോണ്ടിരുന്ന ജോലി തീർത്തിട്ട് വരാന്ന് കരുതി. ശരി, വേഗം കഴിച്ചിട്ട് വാ. പ്രിയൻ ചേട്ടാ, പ്രിയൻ ചേട്ടനോടൊന്ന് സംസാരിക്കണം. എനിക്ക് സമയമില്ല, കുറെ ജോലി പെൻഡിങ് കിടക്ക. വേഗം കഴിച്ചിട്ട് പോണം. പ്രിയൻ ചേട്ടാ, എന്നോട് 2 വാക്ക് സംസാരിച്ചു എന്ന് വെച്ച് ജോലി ബാക്കിയാവൊന്നുമില്ല. ഇതിലും കൂടുതൽ ജോലി ഉള്ളപ്പോ പ്രിയൻ ചേട്ടൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. സമയത്ത് ജോലി തീർത്തിട്ടുമുണ്ട്. ശരി, ഞാൻ പ്രിയൻ ചേട്ടനെ പിടിച്ചു നിർത്തുന്നില്ല. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ട് പ്രിയൻ ചേട്ടൻ പോയിക്കോ. നിനക്കെന്താ അറിയേണ്ടത്? അത് എന്നെ കണ്ട മുഖം തിരിച്ചു നടന്നു പോവും. ഞാൻ സംസാരിക്കാൻ വരുമ്പോ അറിയാത്ത പോലെ നടന്നു പോവും. എന്നോട് എന്തിനാ ഈ ദേഷ്യം? പ്രിയൻ ചേട്ടനോട് ഞാൻ എന്ത് തെറ്റാ ചെയ്ത എനിക്കറിയണം. പ്രിയൻ ചേട്ടൻ പറയണം. പ്രിയൻ ചേട്ടനോട് ഞാൻ എന്ത് തെറ്റാ ചെയ്ത? എന്നെ കാണുന്നത് പ്രിയൻ ചേട്ടന് ഇഷ്ടമല്ല. എന്നോട് വെറുതെ ദേഷ്യപ്പെടുക. എന്തിനാ പ്രിയൻ ചേട്ടാ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നേ? സോറി, ഞാൻ വേറെന്തോ ഓർത്ത് അതിന്റെ ടെൻഷനില്. സോറി. അതൊന്നും അല്ല, വേറെന്തോ ഓർത്തിട്ടൊന്നും അല്ല. എന്നോട് തന്നെയാ ദേഷ്യപ്പെട്ടത്. ഇപ്പൊ പോലും എന്നോട് മുഖത്ത് നോക്കാതെ സംസാരിക്കുന്നെ. എപ്പോഴും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാള്, കൂടെ നടക്കുകയും ഒരുമിച്ച് കഴിക്കുകയും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുന്ന ഒരാള് പെട്ടെന്നൊരു ദിവസം മിണ്ടാതെ നടന്നാൽ, കണ്ടിട്ടും കാണാത്തതുപോലെയൊക്കെ നടന്നാൽ എത്ര വിഷമം ഉണ്ടാവും. അതെന്താ പ്രിയൻ ചേട്ടൻ ആലോചിക്കാത്ത? അതിനെന്തിനിങ്ങനെ കരയുന്നേ? കരയാൻ മാത്രം എന്താ ഉണ്ടായത്? ആരെങ്കിലും കണ്ടാ തെറ്റിദ്ധരിക്കും. കരച്ചിൽ നിർത്ത്. എനിക്കറിയില്ല എന്തിനാ ഞാൻ കരയുന്നെന്ന്. എനിക്കറിയില്ല. പ്രിയൻ ചേട്ടൻ എന്നോടൊന്നും മിണ്ടുന്ന പോലുമില്ല. അതോർക്കുമ്പോ എനിക്ക് കരച്ചില വരിക. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. രാത്രി ഞാൻ ഫോൺ ചെയ്തപ്പോഴും സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ പ്രിയൻ ചേട്ടൻ എന്നോട് സംസാരിച്ചത്. എന്നോട് എന്തിനാ ഇങ്ങനെ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടോ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല പാറു. ഞാനാ തെറ്റ് ചെയ്തേ. ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു പോയി. നിന്റെ മനസ്സിൽ ഗന്ധർവനെ പ്രതിഷ്ഠിച്ചു. അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഞാൻ കാരണം നിന്റെ കണ്ണ് നിറയുന്നത് കാണുമ്പോ എനിക്കും കരച്ചിൽ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ തോറ്റുപോയി. ജീവിതത്തിൽ നിനക്ക് വലിയ വലിയ നഷ്ടമുണ്ടാവും. നീ ഇപ്പോൾ ഒഴുക്കുന്ന ഈ കണ്ണുനീര് നാളെ നിന്റെ ജീവിതത്തിൽ നിറയെ സന്തോഷം കൊണ്ടുവരും. പ്രിയൻ ചേട്ടാ, എന്റെ നാട്ടിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം പ്രിയൻ ചേട്ടന്റെ സ്വഭാവത്തില് ഈ മാറ്റം ഉണ്ടായത്. എനിക്കതിന്റെ കാരണം എന്താന്ന് അറിഞ്ഞേ പറ്റൂ. പ്രിയൻ ചേട്ടാ, അതിന്റെ കാരണം
എന്നോട് തുറന്നു പറഞ്ഞേ പറ്റൂ. ഗന്ധർവനെ ഞാൻ മറന്നു തുടങ്ങിയതായിരുന്നു. പ്രിയൻചേട്ടന എന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചത്. എന്നിട്ട് ഗന്ധർവനെ കുറിച്ച് ഞാൻ ചോദിക്കുമ്പോ പ്രിയൻചേട്ടൻ എന്നോട് ദേഷ്യപ്പെടുന്നോ? അതിന്റെ കാരണം എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാൻ ഈ ചോദിച്ച 2 ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ. പ്രിയൻചേട്ടൻ അതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. പറ, ഗന്ധർവൻ ആരാ? പറയാനല്ലേ പറഞ്ഞത്. ആരാ ഗന്ധർവൻ? ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക്? മനുഷ്യനെ മനസമാധാനമായിട്ട് ആഹാരം കഴിക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, അത്ര തന്നെ. പ്രിയൻചേട്ടാ, നിന്റെ നാട്ടിൽ വന്നപ്പോഴാ നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ നേരിട്ട് കണ്ടത്. നിനക്ക് കുറച്ച് മനസമാധാനം കിട്ടിക്കോട്ടെ എന്ന് കരുതിയ ഗന്ധർവൻ എനിക്ക് അറിയാമെന്നും നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി തരാന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഞാൻ ആ പറഞ്ഞതിൽ സത്യത്തിന്റെ ഒരു അംശം പോലും ഇല്ല. കള്ളമാ ഞാൻ പറഞ്ഞത്. നിന്നെ സന്തോഷിപ്പിക്കാനുള്ള വെറും കള്ളം. അല്ലാതെ ഒരു ഗന്ധർവനെ എനിക്കറിയില്ല, ഒരു ദേവേന്ദ്രനെ അറിയില്ല. കൈലാഷ് സാർ അന്ന് പറഞ്ഞതുപോലെ നന്ദനായിരുന്നു നിന്റെ ഗന്ധർവൻ. അവൻ മരിച്ച് മണ്ണടിഞ്ഞപ്പോ നിന്റെ ഗന്ധർവനും മരിച്ച് മണ്ണടിഞ്ഞു. ഗന്ധർവനെ കണ്ടുപിടിക്കാനാണോ നീ നിന്റെ നാടും വീടും വിട്ട് ഈ ടൗണിലേക്ക് വന്നത്? കുറച്ച് ലാൻഡ് മാത്രമേ നീ തിരിച്ചു പിടിച്ചിട്ടുള്ളൂ. നിന്റെ വീട് ഇപ്പോഴും പണയത്തില. നിന്റെ ചേച്ചിയുടെ കല്യാണം നടത്തണ്ടേ? ഗന്ധർവനെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരം അതിനുള്ള വഴികൾ ആലോചിക്കുക. ഗന്ധർവൻ ആരാണെന്ന് ചോദിച്ച് ഇനിയും നീ എന്റെ പുറകെ വന്ന ഇതിലും ദേഷ്യത്തിലായിരിക്കും ഞാൻ നിന്നോട് സംസാരിക്കുക. ഫുഡ് കഴിക്കാനുള്ള മൂടും പോയി. അവൻ മരിച്ച് മണ്ണടിഞ്ഞപ്പോ നിന്റെ ഗന്ധർവനും മരിച്ച് മണ്ണടിഞ്ഞു. നിനക്ക് സന്തോഷമായോ? ആ പാവത്തിനെ കരയിച്ചപ്പോ നിനക്ക് സന്തോഷമായോന്ന്? അവളോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെയാടാ മനസ്സ് വന്നത്? ക്രൂരനാ നീ, ഒട്ടും ദയയില്ലാത്ത ക്രൂരൻ. ആ പാവത്തിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് കരയുന്നു. കൈ നിവർത്തി നല്ലോണം പൊട്ടിക്കാ വേണ്ടത്. കൈലാഷ് പറഞ്ഞത് സത്യമായിരുന്നു. പാറുവിന്റെ ഗന്ധർവൻ ആ നന്ദനായിരുന്നു. നന്ദൻ മരിച്ച് മണ്ണടിഞ്ഞപ്പോ ഗന്ധർവനും മരിച്ച് മണ്ണടിഞ്ഞു. നീ എന്താ ഒന്നും പറയാത്തെ? ഞാൻ ചോദിച്ചതിന് മറുപടിയില്ലേ?